ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ഗ്രാൻഡ് കിച്ചൺ. ഗ്രാൻഡ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എവിടെ നോക്കിയാലും ഇപ്പോൾ ഈ ഒരു ഐറ്റം ആണല്ലേ കാണാൻ പറ്റുക. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇതായിരിക്കും പണി. ഇപ്പോൾ എന്താ പറയുക, എളുപ്പമാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഴിക്കാനോ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചാലും മതിയാകില്ല, അങ്ങനെ ഒരു ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മധുരമുള്ള ടൈപ്പ് ഓറഞ്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഐറ്റം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി ആരൊന്നും പേടിക്കേണ്ട പ്രശ്നമില്ല കേട്ടോ. നമുക്കിത് എത്ര കഴിച്ചാലും മതിയാകില്ല. എന്നിട്ട് ഞാനിത് ഫ്രീസറിൽ ഒന്ന് ഓവർനൈറ്റ് വെക്കുന്നുണ്ട്, നല്ല തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തുള്ളതാണ്. നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഓറഞ്ചൊക്കെ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില കുറച്ചും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബൗളൊന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വായിൽ തന്നെ കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അത് കഴിച്ചാലും നമുക്ക് മതിയാകില്ല. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കല്ല, മുതിർന്നവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇനി ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന സമയത്ത് ഇത് തയ്യാറാക്കി നോക്കൊണ്ടു. ഞാൻ ഇതൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മൾ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ തേനൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനിപ്പോഴും പറഞ്ഞപ്പോൾ അതിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.